ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 1162 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത യെശയ്യാ പ്രവചനം 1 അധ്യായം 16 തിരുവചനമാണ്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളയുവിൻ. ഏറ്റവും ഭംഗിയായി നോമ്പ് നോക്കി ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ സ്ഥിരമായി നാം കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. നോമ്പ് നോക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും നോമ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാളുകളിലാണ് വിശുദ്ധ കുംഭസാരം നടത്തി പാപങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, നോമ്പ് കുറ്റബോധത്തിൽ കഴിയുവാനുള്ള നാളുകളല്ല, ശുദ്ധീകരണം പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വിശുദ്ധിയുടെ നാളുകളാണ്. വചനം പറയുന്നത് നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളൊക്കെയും ഓർത്തെടുത്ത് അനുദപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും അതിനെ മഞ്ഞുപോലെ വെളുപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മടങ്ങി വരുന്നവനിലെ കുറ്റം നോക്കി വിധിക്കുവാനല്ല. ധൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ഇരുകരങ്ങളും വിരിച്ച് അവനെ സ്വീകരിച്ച പിതാവിനെ പോലെ, പ്രിയമുള്ളവരെ, ഞാനും നീയുമൊക്കെ മടങ്ങി വരുമ്പോൾ നമ്മളെ ആശ്ലേഷിക്കുവാൻ തക്കവണ്ണമായിട്ട് 2 കരങ്ങളും വിരിച്ച് നമ്മുടെ ദൈവം കാത്തിരിപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവേ, എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ പുതുക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.